പുറത്തിറങ്ങി ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ രൂപ 15 കൊടുക്കണം. ഒരു സ്കൂട്ടറെങ്കിലും എടുത്ത് പുറത്തിറങ്ങാൻ 1 ലിറ്റർ പെട്രോളിന് നൽകണം 113 രൂപ. അതിൽ 34 രൂപ 19 പൈസയും പോകുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഏതാണ്ട് 1/3 തൊട്ടു താഴെ എത്തുന്ന തുക. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 തവണ ഇന്ധനവില ഉയർത്തി. ഓരോ തവണയും കൂട്ടുമ്പോഴും സംസ്ഥാനത്തുള്ള പൈസയും കൂടുകയാണ്. നേരത്തെ നികുതി ഭീകരതയെന്ന് വിളിച്ച നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വിലക്കയറ്റത്തിൽ വിസ്മയമില്ലേ? ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമം സത്യം വിളിച്ചു പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായിട്ട് കേരളത്തിലും ഇന്ധനവില വർദ്ധിക്കാറുണ്ട്. അപ്പോഴെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ചകൾ നടത്തുന്ന മാധ്യമങ്ങളാണ് ഇന്ന് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ധനവില 1 ലിറ്ററിന് 113 രൂപയാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലുള്ളത്. അതിൽ 34 രൂപ 19 പൈസ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നികുതിയാണ്. സംസ്ഥാന സർക്കാരിന്റെ നികുതിയിൽ ഈ 34 രൂപ 19 പൈസ എന്നുള്ളത് കുറച്ചു കഴിഞ്ഞാൽ പെട്രോളിനാണെങ്കിലും ഡീസലിനാണെങ്കിലും ലിറ്ററിന് 78 രൂപ 81 പൈസ മാത്രമേ ഉള്ളൂ. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം കേന്ദ്ര സർക്കാരിന് നമ്മുടെ സംസ്ഥാനത്തുള്ള മാധ്യമ പ്രവർത്തകർ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ കേരളം മുൻപ് ഭരിച്ചിരുന്ന പിണറായി വിജയനേക്കാൾ ഏറ്റവും വലിയ ഭീരുവാണ് ഇന്ന് ഭരിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് ശബ്ദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓടിയെത്തും അദ്ദേഹത്തിന്റെ സൈബർ വെട്ടിക്കിളി കൂട്ടങ്ങൾ. എന്തായാലും ഈ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ആ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.